അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രചരണം നയിക്കാനായിട്ട് ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് പുതിയൊരു ചുമതല കൊടുത്തിരിക്കുകയാണ് ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡിന്റെ ഒരു നിർദ്ദേശം ആ രീതിയിൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഓരോരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഷാഫി പറമ്പിലിനുണ്ട്. അതായത് കോൺഗ്രസുമായിട്ട് ഉടക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും തരൂരിനെ പോലും കൈവിട്ടില്ല. തരൂരിനെയും കൂടെ ചേർത്തിട്ടുണ്ട്. തരൂരിനും ഒരു ഉത്തരവാദിത്തപ്പെട്ട ചുമതല കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഭയങ്കര ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണ് കോൺഗ്രസിന്. അതായത് ഇവരൊക്കെ തന്നെ നിന്നാലേ അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ശരിക്കും ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ ഈ വരവും ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഇപ്പൊ അതിന് ഏറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പിന്നെ എന്തിന് VD സതീശൻ? അതൊരു എല്ലാവർക്കും സ്വാഭാവികമായിട്ട് തോന്നുന്നൊരു ചോദ്യമാണ്. കാര്യം രമേശ് ചെന്നിത്തലയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സമിതി ചെയർമാൻ ആക്കുന്നു. ഷാഫി പറമ്പിലിന് അതിൻ്റെ കൺവീനർ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് പോകുന്നു. പിന്നെ ശശി തരൂർ വരുന്നു. പിന്നെ എന്തിനാണ് VD സതീശൻ? എന്തുകൊണ്ട് VD സതീശനെ ഉൾക്കൊള്ളിച്ചില്ല? VD സതീശനെ ഉൾക്കൊള്ളിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സമുദായ സംഘടനകളുമായി സതീശൻ പുലർത്തി പോരുന്ന ഒരു നിസ്സഹകരണമാണ്. സമുദായ സംഘടനകളിൽ ഈ പറയുന്ന SNDP യോഗമാണെങ്കിലും അതോടൊപ്പം NSS ആണെങ്കിലും ഇവർക്കൊന്നും ഇദ്ദേഹവുമായിട്ട് വലിയ അടുപ്പമില്ല. അതായത് VD സതീശനെ പലർക്കും അത്ര തൃപ്തികരമായ അവസ്ഥയിലല്ല. VD സതീശന് തിരിച്ചും VD സതീശൻ പറയുന്നത് ഇതിനകത്തൊന്നും ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനകത്തോ അല്ലെ രാഷ്ട്രീയത്തിനകത്തോ പിന്നെ അല്ലെങ്കിൽ പാർട്ടിയിലെ ചില തീരുമാനങ്ങൾക്കകത്തോ ഒന്നും ഈ പറയുന്ന മറ്റ് സമുദായത്തിൽ നിന്നുള്ള ആരും ഇടപെടാൻ പാടില്ല. അത് ഞങ്ങളുടെ മാത്രം കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കാർക്കും VD സതീശനോട് വലിയ താല്പര്യമില്ല. തിണ്ണനിറങ്ങാൻ പോയിട്ടില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് എന്ന് സുകുമാരൻ നായർ തന്നെ പറഞ്ഞിട്ടുണ്ട്. തിണ്ണനിറങ്ങാൻ വന്നിട്ടുമുണ്ട്, മണിക്കൂറുകളോളം തിരിഞ്ഞ് തന്നെ നിറങ്ങിയിട്ടുമുണ്ട് എന്നീ പറയുന്ന സുകുമാരൻ നായർ തന്നെ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയതാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ സമുദായത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷി തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ആ വെള്ളാപ്പള്ളി നടേശനെ അവിടെ പോയിരിക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശന് പുള്ളിയെ കാണുമ്പോൾ എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ. എന്നാൽ സതീശൻ പക്ഷേ വളരെ പൊളൈറ്റായിട്ടുള്ള ഒരു തീരുമാനം എടുത്തത്. വെള്ളാപ്പള്ളി നടേശൻ എത്ര കടന്നാക്രമിച്ചാലും പേര് പോലും എടുത്ത് പറയാതെ വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു എന്നുള്ള തലത്തിലേക്ക് അങ്ങ് കൊണ്ടുപോവാണ്. അപ്പം സമുദായ നേതാക്കന്മാരെ ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയ ഒരാളാണ് ഈ പറയുന്ന നമ്മുടെ VD സതീശൻ എന്നുള്ള കാര്യം ഒരുമാതിരി ഹൈക്കമാൻഡ് മനസ്സിലായിട്ടുണ്ട്. ഇതുവരെ സതീശിന് വേണ്ടി കൊഴിലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കമുള്ള AICC നേതാക്കന്മാരെല്ലാം പഴയ ഒരു രമേശ് ചെന്നിത്തലയെ പിടിച്ചിരിക്കുകയാണ്. കാര്യം എന്താ, ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു സൗമ്യമായ മുഖമാണ്. ചെന്നിത്തലയ്ക്ക് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്, ഒരു സൗമ്യ മുഖമാണ്. പിന്നെ തന്നെയല്ല ആരോടും കയർത്ത് സംസാരിക്കുന്നത് കുറവാണ്. ഇപ്പം ചെന്നിത്തല എടുക്കുക, നമ്മളൊരു വാർത്താ സമ്മേളനത്തിന് പോയി നിൽക്കുമ്പോൾ ചെന്നിത്തലയ്ക്ക് എത്ര ഇഷ്ടപ്പെടാത്ത ചോദ്യമാണെങ്കിലും ചെന്നിത്തല വലിയൊരു ചിരിച്ചിരിക്കും. ചിരിച്ചിട്ട് അതിനൊരു മറുപടി ഒഴുക്കം മട്ടി പറഞ്ഞു പോകും. അല്ലാതെ മാധ്യമപ്രവർത്തകരുടെ നീ ആരോടാ ചോദിക്കാൻ, അല്ലെ നീ വേറെ വല്ലയിടം പോയി ചോദിക്കുക, അല്ലെ ചന്തയിൽ പോയി സംസാരിക്കുക എന്നൊന്നും ചെന്നിത്തല മാധ്യമപ്രവർത്തകരോട് പോലും അങ്ങനെ സംസാരിക്കാറില്ല. അപ്പോൾ കുറച്ച് പൊളൈറ്റായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ചെന്നിത്തല. അതോടൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാം ഈ ഹൈക്കമാൻഡിന് വിശ്വാസം കുറച്ചുകൂടെ ചെന്നിത്തലയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലാതെ ചെന്നിത്തലയെ നിർത്തിയിരിക്കുന്നത് ചെന്നിത്തല കേരളത്തിലെ UDF അധികാരത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടൊന്നുമല്ല. സമുദായ സമവാക്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ചെന്നിത്തല മിടുക്കനാണ് എന്നറിയാം. ചെന്നിത്തലയുടെ ചില ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില സമീപനങ്ങളുണ്ട്. ഈ സമീപനങ്ങൾ എപ്പോഴും ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുണ്ട്. അത് ചിലപ്പോൾ ഈ പാർലമെന്ററി പൊളിറ്റിക്സിൽ നിന്നിട്ടുള്ള ശക്തമായൊരു പരിചയം ഇതിനാവശ്യമാണ്. അല്ലാത്ത പക്ഷം ചില മാധ്യമങ്ങളുടെ പൊട്ടിത്തെറിക്കും, ചന്തയിൽ പോയി പ്രസംഗിക്കണമെന്ന് പറയും. ഇത് ചെന്നിത്തല അങ്ങനെ പറയാറേയില്ല. ചെന്നിത്തലയുടെ ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിലോ ഒരു ബൈറ്റ് എടുക്കുന്ന കൂട്ടത്തിലോ ചെന്നിത്തല അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ നായന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ NSSലാണെങ്കിൽ പോലും സുകുമാരൻ നായർക്ക് പറഞ്ഞില്ലേ, എൻ്റെ പിന്നെ NSSന്റെ മകനാണ് രമേശ് ചെന്നിത്തല എന്നാണ് സുകുമാരൻ നായർ ഒരിക്കൽ പറഞ്ഞത്. ഞങ്ങളുടെ മകനാണ്, വളർത്തു പുത്രനാണ് ശരിക്കും. അപ്പം NSSന്റെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ UDF എന്ന് പറയുന്ന മുന്നണിക്ക് നിലനിൽപ്പില്ലൂ, അല്ലെങ്കിൽ കോൺഗ്രസിന് നിലനിൽപ്പുണ്ടാവുള്ളൂ. അത് പിടിച്ചെടുക്കണമെങ്കിൽ പിന്നെ ചെന്നിത്തലയെ ഒപ്പം കൂട്ടണം. ഇനി അതല്ല, കുറച്ചുകൂടെ ഒക്കെ വേണം, ഡൽഹി നായരെ വേണം. ഡൽഹി നായർ എന്ന് മനസ്സിലായോ, തരൂര് വേണം. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഇവരെ രണ്ടുപേരെയും, ആ ചെന്നിത്തലയെ എടുക്കുന്നു, അതിന് തൊട്ട് ഇതായിട്ട് പിന്നെ ശശി തരൂരിനെ എടുക്കുന്നു. ഇതിനകത്ത് പ്രധാന ഉദ്ദേശം എന്താ, ഇവർക്ക് രണ്ടുപേർക്കും NSSലുള്ള ഒരു പിന്നെ പ്രാധാന്യമുണ്ട്. NSSുമായി ഇവർക്ക് ഇപ്പം നമ്മൾ നോക്കിയ പിന്നെ നമ്മൾ ഇവിടേക്ക് എന്താ പറയുക, തിരുവനന്തപുരം മണ്ഡലം,
ആ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂർ എത്ര കാലമായിട്ട് ജയിക്കുന്നു? എന്തുകൊണ്ടാ? അവിടെ നായർ ബെൽറ്റ് ഉണ്ട്. ഈ NSS ബെൽറ്റാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ കൃത്യമായി അവിടേക്ക് വന്ന് വീഴുന്നുണ്ട്. അല്ലെ, ഡൽഹി നായർ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നുണ്ടെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞ അങ്ങനെയാണ്, പരദേശി നായർ ആണ്. അപ്പം മറ്റൊരു സ്ഥലത്തുള്ള, അതായത് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തുള്ള ഒരു നായർ, ആ നായർ വന്ന് മത്സരിക്കുമ്പോൾ ആ നായരെ ജയിപ്പിക്കുക എന്നുള്ളത് അവിടുത്തെ നായന്മാരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ രീതിയിൽ NSSനെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയും ശശി തരൂരും വലിയ കക്ഷികളാണ്. അപ്പം അങ്ങനെ വെറുപ്പിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ NSS വെറുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ, NSS നിലവിലൊരു ശരി ദൂരം അല്ലെങ്കിൽ പിന്നെ LDFന് പിന്തുണ എന്നുള്ള നിലയിൽ നിൽക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ഇതിലൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും സാധ്യതകൾ കൊടുക്കണം. ഇനിയും VD സതീശനെ താങ്ങി നിന്ന് കഴിഞ്ഞാൽ NSSന്റെ വോട്ടുകളെല്ലാം പോകും എന്നുള്ള കാര്യം കൃത്യമായിട്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം നടത്തിയതാ. ഇനി നമ്മൾ ചിന്തിക്കുമല്ലോ, എന്തുകൊണ്ടാണ് ഇയാളെ കൊണ്ടുവരാഞ്ഞത്, പിന്നെ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ എന്തുകൊണ്ടാണ് വീണ്ടും അതിന്റെ ചുമതലയിലേക്ക് ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്നത്? ഇതിൽ ജെൻസി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇവിടെ എന്താണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഷാഫി പറമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് ന്യൂനപക്ഷ വോട്ടുകളൊപ്പം നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടാനും ന്യൂനപക്ഷ വോട്ടുകൾ ഷാഫിയിലേക്ക് എത്തിക്കാനും, അല്ലെങ്കിൽ UDFനോട് നമുക്കറിയാം ജമാഅത്ത് ഇസ്ലാമി, പിന്നെ അതോടൊപ്പം തന്നെ SDPI ഈ തുടങ്ങിയ സംഘടനകളെല്ലാം കൂടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താ? ഉത്തരം വളരെ ലളിതമാണ്. വളരെ ലളിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാളെ കണ്ടുകൊണ്ടാണ്. ഈ ഷാഫി പറമ്പിൽ നാളെ ഒരു ഘട്ടത്തിൽ UDFൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്ന് ഈ പറയുന്ന ന്യൂനപക്ഷത്തിലെ ഇത്തരം മതരാഷ്ട്രവാദികൾക്ക് അറിയാം. കാര്യം അവരുടെ മൊത്തമായ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് കൃത്യമായി UDFനെ പിന്തുണയ്ക്കുകയും ചെയ്യും. ഇത് സംഭവം സിമ്പിളാണ്. അല്ലാതെ യൂത്തന്മാർക്ക് ഭയങ്കര താല്പര്യം. എത്ര ചെറുപ്പക്കാർക്ക് ഇയാളെ ഇഷ്ടമാണ് ഷാഫി പറമ്പിലിനെ? ഈ ഏറ്റവും വലിയ യുവജന സംഘടന DYFI ആണ്, ഏറ്റവും വലിയ പിന്നെ സ്റ്റുഡൻസ് ഫെഡറേഷൻ SFI ആണ്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഷാഫി പറമ്പിലിനോട് അത്ര അദമ്യമായ സ്നേഹമുണ്ടോ? ഇല്ല. പിന്നെ ശശി തരൂര്, ജെൻസിയെ കൂടെ നിർത്താൻ വേണ്ടി ശശി തരൂര് ശരിയായിരിക്കാം. ശശി തരൂര് പക്ഷേ നിലപാടില്ലാത്ത നേതാവാണ് എന്ന് ഇതിനോടകം തന്നെ തെളിവായില്ലേ? ഇതിൽ കുറച്ചുകൂടെ എനിക്ക് പിന്നെ ഒരു നിലപാടുണ്ടെന്നും അല്ലെങ്കിൽ അതിനനുസരിച്ച് നിന്നു പോവും എന്നെനിക്ക് തോന്നിയ ഒരു നേതാവ് ചെന്നിത്തല മാത്രമാണ്. VD സതീശൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സതീശൻ അത്ര വെടിപ്പായ നേതാവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം VD സതീശൻ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചത് ഇപ്പൊ പറയുന്ന ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഹൈക്കമാൻഡ് ഇല്ല, നമ്മൾ പറഞ്ഞ പോലെ ബിഗ് ബോസ് പോലെ ആരോ ആണ്. അപ്പൊ ഈ ഹൈക്കമാൻഡിന് പോലും വിശ്വാസമില്ല എന്ന് പറയാൻ സതീശനെ വിശ്വാസമില്ല, ചെന്നിത്തലയാണോ വിശ്വാസം എന്ന് ഞാൻ അതാണ് ചോദിച്ചത്. ചെന്നിത്തല തന്നെയാണ് വിശ്വാസം. കാര്യം ഈ VD സതീശന് ഈ പറയുന്ന പോലെ പിന്നെ സതീശൻ ഈ പുതുയുഗ യാത്രയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുതുയുഗ യാത്ര നമ്മൾ നോക്കിയേ, നമ്മുടെ നഷ്ടപ്പെട്ട കേരളത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് അതിന് ടാഗ്ലൈൻ. ഈ നഷ്ടപ്പെട്ട കേരളത്തെ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ പഴയ ഒരു കാളവണ്ടി യൂത്തിലേക്കൊക്കെ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം, ടാഗ്ലൈനൊക്കെ നമുക്ക് മാറ്റി വെക്കാം, അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. ഇനി സതീശൻ നടത്തിയ ഈ പുതുയുഗ യാത്ര കുറ്റ്യാടി വെച്ച് സംഭവിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ ആരായിരുന്നു അവിടുത്തെ റിയൽ ഹീറോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അവിടെ റിയൽ ഹീറോ ആയിട്ട് ഇന്ന് ഷാഫി പറമ്പില. കുറ്റ്യാടിക്കാർക്ക് എന്തുകൊണ്ടാണ്? അവിടുത്തെ ന്യൂനപക്ഷ മേഖലയിൽ പിന്നെ ഇദ്ദേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഷാഫി പറമ്പിലിന്. അപ്പം ഇതിന്റെ കോൺഗ്രസിന്റെ ഒരു പിന്നെ ന്യൂനപക്ഷ മുഖം കൂടിയാണ് ഷാഫി പറമ്പിൽ. അപ്പൊ ഷാഫി പറമ്പിലിനെ ഉൾക്കൊള്ളിക്കാതെ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ UDFനെ സംബന്ധിച്ചിടത്തോളം ശരിയാവില്ല. നാളെ ഈ ഷാഫി പറമ്പിൽ പറ്റില്ല, അല്ലെ ഷാഫി പറമ്പിലിനെ തഴയുന്ന ഒരു സമീപനം ഉണ്ടായാൽ ഈ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ, SDPI അടക്കമുള്ള ന്യൂനപക്ഷ മതരാഷ്ട്രവാദികൾ പിന്നിലേക്ക് വലിയും. അത് ദോഷം ചെയ്യും, ഇത് ദോഷം ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഷാഫിക്ക് അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് പിന്നെ ഇവരിലേക്ക് പോകുന്നില്ല? അതായത് CPMനോ അല്ലെങ്കിൽ LDFനോ പിന്തുണ കൊടുക്കാത്തത് എന്തുകൊണ്ടാ? CPMൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നേതാവ് നാളെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവുണ്ടോ? ഇല്ല. പിന്നെ ഏറ്റവും സാധ്യതയുള്ള ആരൊക്കെയാണ്? ഒന്ന് പിണറായി വിജയൻ, വീണ്ടും സാധ്യത, ശൈല ടീച്ചർ, പിന്നെ വേറെ അങ്ങനെ ഒന്ന് രണ്ട് പേരുടെ പേര് നമുക്ക് പിന്നെ എടുത്തു പറയേണ്ടി വരും. അപ്പൊ ഇവർക്ക് മാത്രമേ ഉള്ളൂ. അവിടെ എവിടെയാണ് ഒരു മുസ്ലിം പേര്? മുസ്ലിം പേരില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം പേരുണ്ട് ഷാഫി പറമ്പിൽ. ഇന്ന് MLA ആണ്. ആ MLA എന്ന് പറഞ്ഞാൽ MLA MP ആണ്. MLA ആയി MP ആയി ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഫേസായി ഷാഫി പറമ്പിൽ മാറി. അപ്പൊ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ അല്ലെങ്കിൽ ഈ പറയുന്ന മതരാഷ്ട്രവാദികൾക്ക് അതൊരു വലിയ പിന്തുണയാണ്. നാളെ അവർക്കൊരു ഘട്ടത്തിൽ നാളെ ഷാഫിയെ പിന്തുണച്ചാൽ അവരുടെ ഒരു മുഖ്യമന്ത്രിയായി. അവര് ചിന്തിക്കുന്നത് അങ്ങനെ. നമ്മൾ മതേതര വിശ്വാസികളായ കുറച്ചുപേരെ ചിന്തിക്കുള്ളൂ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന്.
ബാക്കി മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ KM ഷാജിയെ പോലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് എന്താ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ദീനുള്ള ഒരുത്തൻ അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. ഇതാണ് അവർ ചിന്തിക്കുന്നത്. ലീഗും ചിന്തിക്കുന്നത് അതാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മുഖ്യമന്ത്രിയായി. അല്ലാതെ കോൺഗ്രസ്സുകാരെ മുഖ്യമന്ത്രി ആയെന്നോ ഒരു UDF നേതാവ് മുഖ്യമന്ത്രിയായി എന്നുള്ള ചിന്തയൊന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് അവരിപ്പോൾ പിന്നെ ഈ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരല്ല ന്യൂനപക്ഷക്കാർ കൂടുതലും ഷാഫി പിന്തുണയ്ക്കുന്നത്. ഹൈവീഡിന് പോലും കിട്ടിയില്ലല്ലോ ചാൻസ്. എനിക്കൊന്ന് സൈബറിന്റെ എന്തോ ഗുണാണ്ടറാണ് ഈ ഹൈവീഡിനെ പോലും തഴഞ്ഞു. ഈ ക്രിസ്തീയ സഭയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സണ്ണി വക്കീലിനെ നിർത്തിയിരിക്കുന്നതിന് വേണ്ടി. ഇപ്പൊ സണ്ണി വക്കീൽ ഇപ്പം KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നൊരു കാരണം എന്ന് വെച്ചാൽ പേരാവൂരിൽ നിന്ന് പുള്ളിക്ക് വീണ്ടും മത്സരിക്കാൻ സിറ്റിംഗ് MLA മാര് മത്സരിക്കണമല്ലോ. മത്സരിക്കുമ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മത്സരിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഒഴിയണം. അത് ഇവർ പറയുന്ന ഒരു ഭരണഘടനാപരമായ അല്ലെങ്കിൽ ഒരു ജനാധിപത്യപരമായ തീരുമാനം എന്നൊക്കെ ഇവർ കോൺഗ്രസ്സുകാർ പറയുമെങ്കിലും കോൺഗ്രസിന് സത്യത്തിൽ അങ്ങനെയൊന്നും ഇല്ല. ഒരു എഴുതി വെക്കപ്പെട്ട ഒരു പിന്നെ ഭരണഘടനയോ ഒന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. അത് K മുരളീധരൻ തന്നെ സമ്മതിച്ച കാര്യമാണ്. അതിനങ്ങനെ ഒരു സംവിധാനമോ ഭരണഘടനാപരമായ നീക്കങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പേരാവ് ഇനി മത്സരിച്ച് കഴിഞ്ഞാലും ഇവിടെ ഒന്നുകിൽ ഈ പറയുന്ന ഏതെങ്കിലും ഈ ക്രിസ്തീയ സഭകളുമായി ബന്ധപ്പെട്ട ഒരാളെ ഇവിടെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആ കാര്യം സേഫായി. ഇവർ മതേതരം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഇപ്പം വോട്ട് പിടിക്കാൻ വേണ്ടി 2 നായന്മാരെ ഏർപ്പെടുത്തുന്നു. ഇവിടേക്ക് നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ KPCCയുടെ തലപ്പത്തേക്ക് ക്രിസ്തീയ സഭയിൽപ്പെട്ട ഒരാളെ വരുന്നു. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാളെ എടുക്കുന്നു. അപ്പൊ ഈ ഇവരുടെ സമുദായ സമവാക്യങ്ങൾ ഒരു മതവും വിട്ടു പുറത്തു പോകില്ല. ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുണ്ട്, നായന്മാരുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിമുണ്ട്, എല്ലാവരും ആയി. ഇതാണ് അവരുടെ ട്രാക്ക്. അപ്പം ഞങ്ങൾ നാഴിക 40 ഞങ്ങൾ മതേതരവാദികളാണ് എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞാലും കോൺഗ്രസ്സുകാരുടെ മനസ്സിരിപ്പിതാ. SNDP വിട്ടുപോകില്ല. കാര്യം രമേശ് ചെന്നിത്തലയ്ക്ക് SNDP ആയിട്ടൊരു അടുപ്പമുണ്ട്. SNDP ആയിട്ട് ജന്മം കൊണ്ടുണ്ടായല്ല, അല്ലാതെ ഉള്ളൊരു അടുപ്പം വെള്ളാപ്പള്ളി നടേശനോട്ടൊക്കെ വെച്ച് പുലർത്തിപ്പോരുന്ന ഒരു നേതാവ് തന്നെയാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു മതേതര മുഖം എന്ന് പരക്കെ ഉത്തരേന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശശി തരൂരാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കണക്ഷൻ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു മതേതര ജനകീയ മനോഭാവം ഉണ്ടായിക്കൊണ്ട് പോകട്ടെ എന്ന് കരുതി ചെയ്യുന്നതാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NSSന് ഏറ്റവും കൂടുതൽ താല്പര്യം LDFനോട് വരാൻ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് LDF മന്ത്രിസഭ നോക്കൂ, എത്ര മന്ത്രിമാരുണ്ടെന്നറിയോ? അപ്പം പിന്നെ അതിൽ ഏറ്റവും പ്രധാനി KB ഗണേഷ് കുമാറാണ്. അതിലേറ്റവും പ്രധാനമാണ് LDF മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരാളാണ്. അവിടുത്തെ പിന്നെ NSSന്റെ പരിപാടിയിൽ മിക്കതിലും KB ഗണേഷ് കുമാറോടെ പങ്കെടുക്കാറുമുണ്ട്. അദ്ദേഹത്തിന് അവിടെ എന്തോ ഒരു ഭാരവാഹിത്വം കൂടിയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ഒരു മന്ത്രി LDFന്റെ മന്ത്രിസഭയിലുണ്ടെന്നേ. അത് മാത്രമല്ല നായന്മാരിൽ എത്ര MP മന്ത്രിമാരുണ്ട്. അപ്പോൾ അത് വലിയ കാര്യമാണ്. ഇവർ ഇത്രയും കാലം പിന്നെ NSS UDFനെ പിന്തുണച്ചിട്ട് ഒരു മന്ത്രിയുടെ പേരെടുത്ത് പറയാനില്ലല്ലോ. കാര്യം എന്താ, 10 വർഷമായിട്ട് അധികാരമില്ലാതിരിക്കുക. ഇനി അങ്ങോട്ടൊരു അധികാരം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഫേക്കായിട്ട് കുറെ സർവേ ഉണ്ടാക്കി വിടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പിന്നെ നാളെ മുഖ്യമന്ത്രിയാകാൻ ആരാണ് യോഗ്യൻ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആരായിരിക്കും? അല്ലെങ്കിൽ നാളെ ഇവര് മുഖ്യമന്ത്രി ആകുമോ എന്നൊരു സംശയം നമ്മുടെ മൈൻഡിലില്ലേ? ഈ പറയുന്ന കേരളത്തിലുള്ള എല്ലാവരും പറഞ്ഞില്ല ഭരണവിരുദ്ധ വികാരം, ഇത്രയും കാലം പിണറായി ഇരുന്നിട്ട് ഇവിടെ കുളം തോണ്ടി എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങൾക്കറിയാം ഇനി UDF വീണ്ടും ഒരു വട്ടം കൂടി അധികാരത്തിൽ വരില്ല എന്നുള്ള കാര്യം ജനങ്ങൾ നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അതിന് പകരം ജനങ്ങളെ കയ്യിലെടുക്കുന്നതിന് പകരം സമുദായ സംഘടനകളെ കയ്യിലെടുക്കുക എന്ന് പറയുന്ന ഒരു വേറൊരു തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പുതിയ സമവാക്യ രൂപീകരണമാണ് ശരിക്കും ഇതിനകത്ത് നടന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഇതുകൊണ്ട് കോൺഗ്രസിന് ഗുണം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരു 50% ചാൻസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.